ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് നേരം മലയാളം പഠിക്കാം അല്ലേ? മലയാള അക്ഷരങ്ങൾ നമ്മൾ കുറേ പഠിച്ചു ഇല്ലേ? ഓർക്കുന്നില്ലേ? ഓക്കെ, ആ മലയാള അക്ഷരങ്ങൾ പഠിച്ചു. അത് വെച്ചിട്ട് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കാനും പഠിച്ചു. എല്ലാവരും മിസ്സിനെ എഴുതി കാണിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് റാ, രാ, താന, പാവ അങ്ങനെയുള്ള അക്ഷരങ്ങളാണ്. ഇനി നമുക്ക് മലയാളത്തിലെ അക്ഷരങ്ങളെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അങ്ങനെ കുറേ രീതിയിൽ അക്ഷരങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചാലേ നമുക്ക് എല്ലാം വായിക്കാനും എഴുതാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. സ്വരാക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ, ആ, ഇ, ഈ, ഉ, ഊ, ഏറു, എ, ഐ, ഓ, ഔ, ആ. ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം. ഈ സ്വരാക്ഷരങ്ങൾ അതിൽ തന്നെ ഉണ്ടൊരു കാര്യം. ഈ അക്ഷരങ്ങൾ ഇത് ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക. ഇതിന്റെ ശബ്ദങ്ങളും നമ്മൾ പഠിച്ച അക്ഷരങ്ങളുടെ കൂടെയൊക്കെ ഇതിന്റെ ശബ്ദങ്ങൾക്ക് ഓരോ ചിഹ്നങ്ങളുണ്ട്. അതും കൂടി ആയാലും നമുക്ക് വാക്കുകൾ എഴുതാൻ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആ. ഓക്കെ, ആ എഴുതി പഠിക്കാം. ആ വെച്ചിട്ട് എന്തൊക്കെ വാക്കുകളാ ഉള്ളത് അറിയോ? ആയില് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്ന എത്ര വാക്കുകളുണ്ട്? ആദ്യം വിളിക്കുന്ന ഒരു പേരുണ്ട്. ആരാ? നമ്മളെല്ലാവരും അതെ, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുമ്പോഴേ വിളിക്കും. എന്താ വിളിക്കും? ആ വെച്ചിട്ട് അമ്മ. വെരി ഗുഡ്. നമ്മൾ കരയുമ്പോഴും അങ്ങനെയല്ല കരയാ, അമ്മേന്ന് പറഞ്ഞിട്ട് വിളിച്ച് കരയുന്നല്ലേ. അമ്മ തന്നെ അടിച്ചാലും നമ്മൾ കരയുമ്പോ അമ്മേന്ന് പറഞ്ഞിട്ടാ കരയാ അല്ലേ? സോ അമ്മയാണ് ഏറ്റവും നല്ല വാക്ക്. ആ വെച്ചിട്ടുണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയത്. പിന്നെ ആരാ? അതും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ആരാ? ആ, അച്ഛൻ. വെരി ഗുഡ്. അപ്പൊ ആ വെച്ചിട്ടുള്ള രണ്ട് വാക്കുകളും പറഞ്ഞു നിങ്ങൾ. ഏതൊക്കെയാ? അമ്മ, അച്ഛൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനി ആ എഴുതി പഠിക്കണ്ടേ? എങ്ങനെ എഴുതണ്ടേന്ന് നോക്കാം. എല്ലാ അക്ഷരങ്ങളും എഴുതുപോലെ തന്നെ നമുക്ക് ആയും എഴുതി പഠിക്കണം. എഴുതാം. മിസ് കാണിച്ചു തരട്ടെ എങ്ങനെ എഴുതണ്ടേന്ന്. ഓക്കെ, നോക്കിക്കോ. മിസ് ഇവിടെ 2 ലൈൻ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 2 ലൈനിലല്ലേ എഴുതി പഠിക്കുന്നത്. സോ നമ്മൾ എഴുതാം. ആയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മിസ് അത് എഴുതി കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. എന്താ മിസ് ആദ്യം ഇവിടെ നിന്ന് ആ എഴുതി കാണിക്കാം. ഇതാണ് നമ്മൾ എഴുതുന്ന അക്ഷരം ആ. ഇതിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് മിസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാവരും റാ എഴുതാൻ പഠിച്ചതാണല്ലേ. സോ താഴത്തെ ലൈനിൽ നിന്ന് മുകളിലേക്ക് വന്ന് വളച്ച് ഇവിടം വരെ വെക്കുക. കണ്ടോ? ഇനി നമുക്ക് അങ്ങനെ ആ വളഞ്ഞിരിക്കുന്ന വരയെ 3 എടുക്കാം. 3 നമ്മളിങ്ങനെ വെച്ചു. കണ്ടോ? ഇനിയോ ആ വളഞ്ഞ ഇതിനെ അകത്തേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ എഴുതി വെച്ചു. നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ചെയ്യാറുള്ള പോലെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി. കണ്ടോ? ഇനി നമുക്കോ ഇങ്ങനെ റാ പോലെ വന്ന് 3 പോലെ വളഞ്ഞ് അകത്തേക്ക് കയറി താഴത്തേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു രാ പോലെ ഇങ്ങനെ വരും. ഇങ്ങനെ മുകളിലേക്ക് എഴുതി അകത്തേക്ക് വളച്ചു വെച്ചാൽ രായല്ലേ? അതുപോലെ ഈ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആയായി. കണ്ടോ? ഒന്നുകൂടി മിസ് കാണിക്കട്ടെ, നോക്കിക്കോളൂ. റാ പോലെ പകുതി വരെ വന്നിട്ട് 3 പോലെ വളച്ച് താഴേക്ക് വന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് എടുത്ത് വീണ്ടും താഴത്തേക്ക് വരിക. ഇനി ഈ ലൈനിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി രാ പോലെ വളച്ച് വെക്കുക. ആ. ഇത് ഏതാ അക്ഷരം? ആ. ഒന്നുകൂടി എഴുതിയാലോ? റാ പോലെ വളച്ച് വന്ന് 3 പോലെ എഴുതി ഉള്ളിലേക്ക് കയറി മുകളിലേക്ക് ചെന്ന് താഴത്തേക്ക്, അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി രാ പോലെ വളച്ച് വെക്കുക. ഇതേതാക്ഷരം? ആ. വെരി ഗുഡ്. മിസ് ഒന്നുകൂടി എഴുതി കാണിക്കാം കേട്ടോ. റാ പോലെ വന്ന് വളഞ്ഞ് 3 പോലെ എഴുതി മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി രാ പോലെ എഴുതുക. ആ. ഒന്നുകൂടി എഴുതണോ? രാ പോലെ വന്ന്
3 പോലെ എഴുതി മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് വീണ്ടും അതിലൂടെ മുകളിലേക്ക് പോയി രാ പോലെ വിളിച്ചു വെക്കുക. ഇത് ഏതാക്ഷരം? ആ. ഇപ്പൊ ഏതാക്ഷരം എഴുതി കാണിച്ചത് മിസ്? ആ അല്ലെ? സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആ. ഇനി എന്താ കുട്ടികൾ ചെയ്യേണ്ടത്? 2 ലൈനിൽ ബുക്കില് ഈ അക്ഷരം എഴുതി മിസ്സിന് അയച്ചു തരണം. എഴുതിയത് വായിച്ച് കേൾപ്പിച്ച് മിസ്സിന് തരണം കേട്ടോ. സാവധാനം സമയമെടുത്ത് ചെയ്ത മിസ് കാണിച്ച പോലെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.